ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായി എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ എല്ലാവരും കാണുക. പിന്നെ ഈ സ്കിൻ കെയർ നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡെത്തായിട്ടുള്ള സെൽസ് ഇല്ലേ നമ്മുടെ ഫേസിലുണ്ടാകുന്നത്, അതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമോൾ ലോഷനാണ്. ഇത് ഞാനിവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിവിടെ UK വന്ന സമയത്ത് എൻ്റെ ഫേസിൽ കുറേ കുരുക്കൾ വന്നായിരുന്നു. എന്നിട്ടത് പോകുന്നുണ്ടോയെന്ന് വെച്ചാൽ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ പോയി കഴിഞ്ഞാൽ നിറച്ചും പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എപ്പിസോഡ് വെച്ചിട്ടാണ് കുരുക്കൾ വന്നുകൊണ്ടിരുന്നത് വെച്ചത്. ആദ്യം ഒരു സെറ്റ് വരും, അത് കഴിഞ്ഞ് അത് പോയി അതിൻ്റെ പാടാകും. അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാ കുരുക്കളും പോയതിന് ശേഷം പാടങ്ങനെ തന്നെ നിൽക്കും. എല്ലാ കുരുക്കളും പോയതിന് ശേഷം പിന്നെയും വരും, പിന്നെ വന്നിട്ട് പിന്നെ പോകും, പാട് വരും. ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇവിടുത്തെ ജീപ്പിനെ പോയി കണ്ടപ്പോൾ ജീപ്പി പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഈ ഡെർമോൾ 500 എന്ന് പറഞ്ഞത്. ഞാൻ ഫാർമസിയിൽ നിന്നിട്ട് വാങ്ങിക്കുന്നത്. പക്ഷെ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് വാങ്ങിക്കുന്നതിന് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ചെന്ന് ഫാർമസി പറഞ്ഞാൽ അവരത് തരും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും നല്ല വ്യത്യാസമുണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. ചെറിയ രണ്ട് പാടുകളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും, വേറെ പ്രശ്നങ്ങളൊന്നും ഫേസിൽ അധികമായിട്ടില്ല. ഈ ഡെർമോൾ 500 ലോഷൻ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും മാറ്റം എൻ്റെ ഫേസിൽ വന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഫേസ് വാഷ് മാത്രമായിട്ടല്ല, ബോഡി വാഷായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഇതുകൊണ്ട്. നമ്മളൊരിക്കലും ഫേസ് റബ്ബ് ചെയ്യരുത്. ഇങ്ങനെ ഒന്നും റബ്ബ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്നത് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ നമ്മുടെയൊക്കെ, അപ്പോൾ അതിന് അതുപോലെ തന്നെ കെയർ ചെയ്യണം നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം പിടിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് സ്റ്റീം പിടിച്ചിട്ട് വരാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചൂട് പിടിക്കുന്നത്. ഒരു ടവലെടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. കാരണം സ്റ്റീം ഇൻഹേലർ ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എൻ്റെ സ്റ്റീം ഇൻഹേലർ വർക്കാവുന്നില്ല. ലാസ്റ്റ് യൂസ് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ അത് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്റ്റീം ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും സ്റ്റീം പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ സ്റ്റീം ഇൻഹേലറൊക്കെ വാങ്ങിക്കാൻ അധികം പൈസയൊന്നുമില്ല. ഞാൻ വാങ്ങിച്ചതിന് അധികം 300 സംതിങ് അത്രേ ആയുള്ളൂ. അത്രയും പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഫേസിലെ പോർസൊക്കെ ഓപ്പണായിട്ട് അതിനുള്ളിലിരിക്കുന്ന ഈ അഴുക്കൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ സ്റ്റീം ഫുള്ള് പിടിച്ചിട്ട് വരാം. അപ്പോൾ സ്റ്റീമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നൊരു തക്കാളിയുടെ പകുതിയും പിന്നെ കുറച്ച് പഞ്ചസാരയാണ്. ഈ തക്കാളി പഞ്ചസാരയിൽ മുക്കിയിട്ട് നമ്മൾ സാധാരണ സ്ക്രബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് തക്കാളി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് തക്കാളി ഒരു വെജിറ്റബിൾ ആണെന്നാണ്, പക്ഷേ അത് ശരിക്കൊരു ഫ്രൂട്ടാണ്, വെജിറ്റബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല, ഈ കുരു വരുന്നത് തടയാൻ തക്കാളി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ടാനൊക്കെ വരില്ലേ, നമ്മൾ സൺ ടാനൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യല്ല, സൺ ടാനൊക്കെ വരുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ സ്കിൻ ഈവൺ ആക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട്
ഇത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് മാറ്റി, കാരണം ഞാൻ വൈറ്റ് ആയിരുന്നില്ല ഇട്ടിരുന്നത് വെച്ചത്. തക്കാളിയുടെ നീരൊക്കെ വീണാൽ പിന്നെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ അധികം കളർ വൈറ്റോ ക്രീമോ അങ്ങനെ ഒന്നും അല്ലാത്ത ഇതുപോലത്തെ ബ്ലാക്കോ ഡാർക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കളർ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനിത് ഫുള്ള് സ്ക്രബ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് സ്ക്രബൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ചെറുതായിട്ട് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. തക്കാളി നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടോ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ടാനൊക്കെ അടിച്ച് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം തക്കാളി എടുത്തൊന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ടാൻ പോകാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് തക്കാളി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലൊരു പാക്ക് ഇടണം. അതോടെ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കടലമാവും പിന്നെ കുറച്ച് പാലും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ ആക്കിയിട്ട് നമ്മൾ ഫേസിലിടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് കടലമാവും കുറച്ച് പാലും മാത്രം മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് കണ്ടോ ഗൈസ്, സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ മറിഞ്ഞു വീണ് ഇതുപോലെ പണി കിട്ടും. അപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമല്ല ക്ലീനും കൂടി ചെയ്യേണ്ടി വരും. ഇരട്ടിപ്പണിയാവും. ഞാനിത് ആദ്യം ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് പാക്ക് ഇടാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ പാലും കടലമാവും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിത് കണ്ണിൻ്റെ താഴെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്രഷ് വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കൈവച്ചാണേലും ചെയ്യാം. പിന്നെ ഈ കടലമാവ് വെച്ചിട്ട് ടാൻ മാറ്റുന്നൊരു വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് പോയിട്ട് കാണട്ടോ. കടലമാവ് നല്ല എഫക്റ്റീവാണ് ടാൻ മാറാനായിട്ട്, തക്കാളി പോലെ തന്നെ. അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 50 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതെന്തായാലും ഡ്രൈ ആകും. അപ്പോൾ നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഗൈസ്, ഇത് കണ്ടിട്ട് ഉണങ്ങിയ പോലെ തോന്നുന്നില്ല, പക്ഷെ എനിക്കിത് നന്നായിട്ട് വലിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കരമായിട്ട് ഫേസ് വലിയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം. ഫുള്ള് വാഷ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ തടത്തിലും മുകളിലേക്കായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, മോയ്സ്ചറൈസർ പോലും അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ലേ, നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നില്ലേ ഫേസ്? അതുമാത്രമല്ല നല്ല സോഫ്റ്റ്, പിടിക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ വേണ്ടേ പാമ്പർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.